മണിക്കുട്ടി എന്തെടുക്കുവാ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആ തുണി മടക്കുകയാണെന്ന് കണ്ടല്ലോ. എന്നിട്ട് എന്തിനാ ചോദിച്ചേ? അല്ല, ചുമ്മാ ചോദിച്ചതാ, എന്തെങ്കിലും സഹായം വേണോന്നറിയാൻ. സഹായം വേണോ വേണോ എന്നിങ്ങനെ ചോദിച്ചോണ്ട് നിൽക്കാതെ സഹായം ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സഹായം ചെയ്യും. ഞാൻ സഹായം ചെയ്ത് തുടങ്ങിയല്ലോ. ആണല്ലേ? നാത്തൂനെ. നാത്തൂനാ? അല്ല, എനിക്ക് നാത്തൂനെന്ന് വിളിക്കുന്നതാ ഇഷ്ടം. കുഴപ്പമില്ലല്ലോ. നാത്തൂനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പറഞ്ഞു തോന്നരുത്. നാത്തൂന് എങ്ങനെയാ ഈ കുടുംബം ഇങ്ങനെ ഇത്ര സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്നത്? അല്ല, വേറൊന്നുമല്ല, ഞാൻ സർവീസിൽ കയറിയതിന് ശേഷം ഈ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ചോദിച്ചതാ, ഈ കുടുംബ പ്രശ്നങ്ങളെ ഇപ്പൊ എങ്ങനെയാണ് കൊണ്ടുപോകുന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എങ്ങനെ ഉത്തരം പറയും? നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇന്നതുപോലെ പോകണം എന്ന് പറഞ്ഞിട്ടല്ലല്ലോ പോകുന്നത്. അതിങ്ങനെ പോകുന്നു, അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. ശരിക്കും പറഞ്ഞാലേ ഈ ജീവിതത്തിന്റെ വലിയൊരു സംഭവമാക്കി കാണുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നു. അതൊരു പ്രശ്നമൊന്നുമല്ല. നമ്മള് സാധാരണ പോലെ അങ്ങ് ജീവിച്ചു പോകും, വളരെ കൂളായിട്ട്. നമ്മളോടൊരു സ്നേഹം ഉണ്ടാവല്ലോ, നമുക്ക് നമ്മളെ ഇഷ്ടമാണല്ലോ, സെൽഫ് ലവ്. എക്സാക്ട്ലി. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? സെൽഫ് ലവ് ഉള്ളവര് നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ജീവിക്കുക. അതെ, സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. അതെ. അപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ ഈ നമ്മൾ എന്ന് പറയുമ്പോ ഞാനെന്ന് വെക്കാതെ എന്റെ കുടുംബം എന്നങ്ങ് കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്കേ. ഞാൻ ഹാപ്പി, എന്റെ കുടുംബത്തിലുള്ളവര് ഹാപ്പി, നമ്മുടെ ഫാമിലി ഹാപ്പി, എല്ലാവരും ഹാപ്പി. അതെന്തായാലും നല്ല ട്രിക്കാട്ടോ. ഇന്നലത്തെ കുട്ടികൾക്ക് ഇതൊക്കെ എന്താ പറയാ, പഠിപ്പിച്ചു കൊടുക്കണം. സത്യം കേട്ടോ. ഈ കല്യാണം വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞ് നമ്മള് എന്താ പറയാ, പിള്ളേരെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. പക്ഷെ എന്താ എക്സാക്ട്ലി വീട്ടുകാർ ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുമില്ല. അതുവരെ ജീവിച്ചിരുന്ന കുടുംബ സാഹചര്യത്തിൽ നിന്ന് മാറി വേറൊരു കുടുംബത്തിൽ ചെന്ന് ജീവിക്കുമ്പം ആ മാറ്റത്തിന് വേണ്ടി പിള്ളേർ റെഡി ആണോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും അന്വേഷിക്കാറുണ്ടോ? അതൊരാളും ചോദിക്കാറില്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് നിങ്ങൾ തയ്യാറാണോ എന്ന് വീട്ടുകാർ ചോദിക്കണ്ടേ? ചോദിക്കണം. അങ്ങനെ ചോദിച്ച് അവർ തയ്യാറാണെങ്കിൽ മാത്രം ആലോചിക്കാം. അതേപോലെ അവരുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണ്ടേ? അതും വേണം അല്ലേ? അവരുടെ ഇഷ്ടത്തിനൊക്കെ നമ്മൾ ഒത്തിരി വില കൊടുത്തു കഴിഞ്ഞാൽ സത്യം അവർ സമാധാനത്തിൽ ജീവിച്ചോളൂ. അതെ. ഇനിയിപ്പോ അവർക്ക് കല്യാണം വേണ്ടെന്നാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ? പക്ഷെ ഒരു സമ്മതിക്കണില്ല എന്നുള്ളതാണ്. അല്ല, ഇവിടെ നാത്തൂന്റെ മക്കൾക്ക് മനസ്സിൽ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കോ? സാധിച്ചു കൊടുക്കും. അങ്ങനെ വേണം ചിന്തിക്കാൻ. പക്ഷെ കല്യാണം കഴിക്കണമെന്ന് അങ്ങനെ നമുക്ക് നിർബന്ധിക്കാനൊന്നും പറ്റത്തില്ല. അതെ, സത്യം. ഇന്നത്തെ കാലത്ത് അതിനെ പറ്റി മാറ്റി ചിന്തിക്കണം. എന്തിനാണ് ഒരാള് കല്യാണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്? അതെ, ഒറ്റയ്ക്കും ജീവിക്കാലോ. അത് തന്നെ. അല്ല, ഞാനത് ആ കാര്യം പറഞ്ഞപ്പോഴാണ് ശ്രീകുട്ടി എന്താ ഇതുവരെ കല്യാണം കഴിക്കായിരുന്നേ? ഒന്നും തോന്നല്ലേ? അയ്യോ, ഒന്നുമില്ല. അല്ല, അതിന് പറ്റിയൊരു പയ്യനെ കിട്ടിയില്ല, അതാണ് സത്യം. ആണല്ലേ? അല്ല നാത്തൂനെ, ഈ മണിക്കുട്ടച്ചേട്ടന് കുറെ പ്രായമായില്ലേ, എന്താ കല്യാണം കഴിക്കാത്തെ? ആ ചോദ്യം എന്നെ ചോദിക്കാൻ ശ്രീകുട്ടിയും കൂടെ ബാക്കിയുണ്ടായിരുന്നു. നാട്ടുകാരോട് ഉത്തരം പറഞ്ഞ് എനിക്ക് വയ്യാണ്ടായി. എന്തുകൊണ്ട് കല്യാണം നടന്നില്ല? സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. എത്ര ആലോചന കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് അറിയോ? അവസാനം അത് എങ്ങനെയെങ്കിലും മുടങ്ങും. എത്ര പറഞ്ഞാലും ചേട്ടനൊരു താല്പര്യമില്ല കല്യാണം കഴിക്കാനായിട്ട്. നിർബന്ധിച്ചില്ലേ? കുറെ ആൾക്കാരെ നിർബന്ധിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നില്ല. ഇങ്ങനെ പോയി. ഇനി ചെലപ്പോ മനസ്സിലാരെങ്കിലും ഉണ്ടെങ്കിലോ? ഏയ്, മനസ്സിലാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നോട് എല്ലാ കാര്യവും പറയണതാണ് പൊതുവെ. അങ്ങനെയൊന്നും സൂചിപ്പിച്ചിട്ടില്ല. ഇല്ല. അല്ല, ഇനിയിപ്പോ ഉണ്ടെങ്കില് അല്ല, നാത്തു നേരത്തെ പറഞ്ഞല്ലോ, മക്കളുടെ മനസ്സിലാരെങ്കിലും ഉണ്ടെങ്കിൽ നടത്തി കൊടുക്കും. അതുപോലെ മണിക്കുട്ടൻ ചേട്ടന്റെ മനസ്സിലാരെങ്കിലും ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുത്തൂടെ? നടത്തി കൊടുക്കില്ല. അതെന്താ? അതങ്ങനെയാണ്. ഞാനേ എന്റെ മക്കളുടെ കാര്യം വരുമ്പോ ഭയങ്കര മോഡേൺ ചിന്താഗതിയൊക്കെയാണ്. പക്ഷെ എന്റെ സഹോദരന്റെ കാര്യം വരുമ്പോഴേ ഞാൻ ഇച്ചിരി ഓൾഡ് ടൈപ്പാ. ചേട്ടന്റെ കാര്യത്തിൽ ഞാൻ വളരെയധികം പോസിറ്റീവാണ്. എന്റെ ചേട്ടന്റെ സ്നേഹവേ എനിക്ക് മാത്രം കിട്ടിയാൽ മതി. അങ്ങനെ ഇപ്പൊ അത് വേറെ ആരും പകുത്തോണ്ട് പോവണ്ട, മനസ്സിലായ? അല്ല, ഇനിയിപ്പോ ആരെങ്കിലും വന്നാലോ? ഇനിയിപ്പോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനാ വഴിക്ക് ഓട്ടിക്കാനുള്ള നമ്പറൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇങ്ങനെ എന്താ നല്ല കാര്യം എന്ന് പറഞ്ഞതാ. ആണല്ലേ? കൊള്ളാലോ നമ്പർ. ഞാനേ എന്റെ പിള്ളേർ എവിടെയൊന്ന് നോക്കിട്ട് വരട്ടെ. എന്തായാലും മടക്കി വെച്ചല്ലേ, കൊണ്ടുവച്ചോട്ടെ മുകളില്. താങ്ക്സ്. ഓഹോ, അപ്പൊ എന്റെ മാക്കും ഞാനും തമ്മിലുള്ള കല്യാണം നടക്കാത്തതിന്റെ കാരണം ഭാർഗവൻപിള്ള മാത്രമല്ല, നീയും കൂടെ ആണല്ലോടി മണിക്കുട്ടി. എന്റെ മാക്കൂനെ വരച്ച വരയിൽ നിർത്താൻ എനിക്കറിയാമെങ്കിൽ
നിന്നെ ഞാൻ വരച്ച വരയിൽ നിർത്തുവടി മണിക്കുട്ടി. അവളുടെ ഒരു തുണി. എങ്ങനെ ഇരുന്ന മുടിയാണ് അവസാനം എലി കരണ്ടതുപോലെ ആക്കി വെച്ചോണ്ട് വന്നേക്കണം. ഒറ്റ അടി കുറവാണ്. ആരോട് വെച്ചോട്ടെ മുടി വെട്ടിയത്? എന്നാലും നാട്ടുകാരെ മുഖത്ത് ഇനി എങ്ങനെ നോക്കും? നാട്ടുകാരെ മുഖത്ത് നോക്കണ്ട. കണ്ടിട്ട് എന്തോ പോലെ ഇരിക്കുന്നില്ലേ? നീ വെട്ടി തന്നെ ആൾക്കാരെ വിചാരിക്കുള്ളൂ ഉറങ്ങുമ്പോ പണി കൊടുത്താന്ന് വിചാരിക്കും. അങ്ങനെ എലി കറണ്ടെന്ന് വിചാരിക്കുള്ളൂ. ഞാൻ ഇത്ര വൃത്തിയോടായിട്ടല്ലേ ഓ എലി ഇങ്ങനെയല്ലേ കറണ്ടാണ്. എന്തുവാടി ചെയ്ത് വെച്ചേക്കുന്നത്? ആരുടെ എനിക്ക് മുടി വെട്ടി ഇത് ഇപ്പോഴത്തെ ഫാഷനാണ്. ഇത് ബാക്കി വെച്ചേക്കുന്നേ? ഇത് വെട്ടാത്തെന്തോ? ഇതവര് മറന്നുപോയോ? ബാക്കിയും കൂടെ മൊത്തത്തിൽ വെട്ടിക്കളയത്തെന്ത്? ദൈവമേ, ഇത് വളരും പെട്ടെന്ന്. ഇവക്ക് കണ്ണും കണ്ടോ ഒന്നും കണ്ടോ? അവിടെ ചെന്ന് ചുമ്മാ ഇരുന്നു എടുത്ത് ആരും ഒന്നല്ല. ഇവിടെ ഉറക്കത്തിൽ വെട്ടിയതാന്ന് നീ തോന്നുന്നു. മേലെ ആ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നിന്നെ അടിച്ചു നോക്കിക്കോ. രസല്ലേ? നല്ല മുടിയാണ്. അത്രയും നമ്മള് എത്ര എണ്ണായിട്ടുണ്ടാക്കി എടുത്ത മുടിയാണോ നശിപ്പിച്ചു. മതി പോരെ. ചിന്നരാമൊക്കെ കാണണ ഈ മുടി നിന്നെ കളിയാക്കി കൊല്ലും. പിന്നെ അന്ത്യമാണ് നിന്റെ അന്ത്യം. അറിയും പോലെ ആ രണ്ടെണ്ണത്തിന് ഇങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ. കല്യാണത്തിന് മുന്നേ ഈ വീട് വിട്ട് മാറാത്ത കേസ് കിട്ടലായിരുന്നു രണ്ടെണ്ണം. രണ്ടും വരണില്ല ഇപ്പൊ. എന്തോന്നിത് തിരിഞ്ഞോലും നോക്കണില്ല. ശരി അമ്മ, എന്റെ എക്സാം ഒക്കെ കഴിയുമ്പോഴേ ഞാൻ അവിടെ പോയി നിന്നോട്ടാ. വീണ്ടും പോവാനാ? ഇന്നാൾക്ക് പോയി നിന്നല്ലേ ഉള്ളൂ നീ. എന്തിന്? അവരുടെ മനസ്സമാനം കളയാനാ? ഡേ, നിന്റെ കുരുത്തക്കേട് ഞാൻ സഹിക്കും പോലെയല്ല. അവിടെ നിന്റെ അച്ഛമ്മ, അതായത് എന്റെ അമ്മായി അമ്മ, നിന്റെ അച്ഛന്റെ അമ്മയാണ്, അറിയാലോ. അവിടെ പ്രാവശ്യം പറയണ എന്തിനാ? അറിയാലോ. എടി, നിന്റെ അച്ഛനെ പറ്റി പറയുമ്പോ അത്രയ്ക്ക് ഇരുപ്പതിന് പറയണമല്ലോ. അങ്ങനെയാണല്ലോ സ്വഭാവം. അപ്പൊ ആ അച്ഛമ്മയുടെ അടുത്ത് പോയി നീ ഈ സ്വഭാവം ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സഹിക്കും പോലെ അച്ഛമ്മ സഹിക്കൂല. അറിയാലോ. അതിനുള്ള കൂടെ എനിക്ക് കിട്ടും. അന്നേനെ വന്നപ്പോ നല്ല കിട്ടിയല്ലോ. ഞാൻ എന്തോ ഇത്? എടി, നീ എന്ത് ചെയ്താലും എനിക്ക് കുറ്റമാവുന്നു. ഞാൻ വിടൂല. എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ആ സ്ഥലം. അയ്യോ, ഭയങ്കര ഇഷ്ടം. അവിടെ പോയി ഓരോന്ന് ഒപ്പിക്കാനല്ലേ. നീ നല്ല സ്വഭാവമായിരുന്നെങ്കിൽ ഞാൻ വിട്ടാണ് ധൈര്യത്തില്. നിന്റെ കുരുത്തക്കേടിന് ശരിയാവൂല. അമ്മ നമുക്ക് അവിടെ നോക്കി. അതാണ് പറഞ്ഞേ. അമ്മ, നമ്മുടെ കുടുംബത്തിലെ രണ്ടേ രണ്ടാൾക്കാണ് കുരുട്ടുബുദ്ധി ഉള്ളത്. ആർക്ക്? ഒന്ന് ഈ നിക്കുന്ന ഈ സാധനം. രണ്ട് രാമങ്കളിൽ. കുരുട്ട് ബുദ്ധി. കുരുട്ടിന്റെ ബുദ്ധി. നമ്മുടെ കുടുംബത്തിൽ എന്തോ ചെയ്യുന്ന പെണ്ണെ? കണ്ടോ, ഇത് അസൂയ. ഇതാണ് ഞാൻ പറഞ്ഞ അസൂയ. ഇതാണ് കൊനിഷ്ട്. കോനിഷ്ടും കുരുട്ട് ബുദ്ധി എല്ലാം ഉണ്ട് ഈ സാധനത്തിൽ. അമ്മ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് എല്ലാ കാര്യത്തിലും. അച്ഛൻ വേറും പാവം. ഈ സാധനത്തിന് പിന്നെ ഇത് ആരെ നിന്ന് കിട്ടിയതാണ് ഈ സ്വഭാവോ? എനിക്കറിഞ്ഞൂടാ. നീ നിന്റെ മാമനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. മണിക്കുട്ടൻ മാമനെ പറ്റി. കറക്റ്റ് സമയത്തെത്തിയല്ലേ ചേട്ടൻ? 100 എന്നെ കുറിച്ചൊരു ചർച്ച. അല്ല, ഞങ്ങള് കുരുട്ട് ബുദ്ധിയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കായിരുന്നേ. ഇവക്കേ ആരിൽ നിന്നാണ് കിട്ടിയതെന്ന്. അപ്പൊ അമ്മ പറയാ മാമന് നിന്നാണെന്ന്. അങ്ങനെ പറഞ്ഞു? ശരി, ഞാനൊരു പാവല്ലയോ? ഞാൻ പാവല്ലേ? സാധാരണ മനുഷ്യരാണെങ്കിൽ ഉറക്കത്തിൽ പാവാണെന്നെങ്കിലും പറയും. നിങ്ങൾ അതുപോലും പറയില്ലേ? എടി, അത് എന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ ഒരു സാധ്യതയില്ല. പിന്നെ ഇവിടെ തന്തയുടെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടിയതായിരിക്കും. അച്ഛനും പറഞ്ഞു രാവിലത്തെ. ഇത്ര ലേറ്റ് ആയതെന്ത്? അതെ, സുമലതയുടെ അച്ഛന്റെ ഷഷ്ടി പൂർത്തിയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ട്രീറ്റ് ഉണ്ടായിരുന്നു. എന്തോന്ന്? എന്റെ കൂടെ ജോലി ചെയ്യുന്ന സുമലതയില്ലേ, സുമലയുടെ അച്ഛന്റെ ഷഷ്ടി പൂർത്തിയായിരുന്നു. അപ്പൊ പിന്നെ അതിന്റെ ഒരു ട്രീറ്റ് ഒക്കെ കഴിഞ്ഞോണ്ട് കുറച്ച് ഡിലേ ആയി. പിന്നെ ഡിലേ ആവും. പോയത് പോയി. വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു ലേറ്റ് ആവുന്ന്? ഇതൊന്നും പ്ലാൻ ചെയ്തല്ല മണി. ഉച്ച ആയപ്പോ സുമലത വന്നിട്ട് പറയാ ലീവ് വേണം, പെട്ടെന്ന് പോണം, അച്ഛന്റെ ഷഷ്ടി പൂർത്തിയാണ്. അതെ, ഞങ്ങൾ വിടുവോ? ഞങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞ് ട്രീറ്റ് നടത്തിച്ചു. അല്ല, അത് വിടത്തില്ലെന്നറിയാം. അളിയന്റെ സ്വഭാവം 4 മണിക്ക് വിളിച്ചപ്പോഴും പറഞ്ഞില്ലല്ലോ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന്. അപ്പോഴും പ്ലാൻ ചെയ്തിട്ടില്ല, അതിന് ശേഷമാണ് ഇത് പറഞ്ഞത്. നേരത്തെ പറഞ്ഞു 3 മണിക്കാണ്. ഇപ്പൊ ഞാൻ 4 മണിക്ക് വിളിച്ചപ്പോഴും പറഞ്ഞില്ല. അപ്പോഴും പ്ലാൻ ചെയ്തില്ല. ഇതെന്തോ മണി ഒരു സംശയം പോലെ പറയുന്നത്? അതെ, ചുമ്മാ വെറുതെ അളിയനെ തെറ്റിദ്ധരിക്കരുത്. അല്ലളിയാ, പിന്നെ സുമലതയുടെ ഹസ്ബൻഡ് എവിടെ ഉണ്ടായിരുന്നു? അയാള് 2 വർഷമായിട്ട് ഗൾഫിലല്ലേ. ഗൾഫിലാണല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ, നല്ല മനുഷ്യനാണ്. അതെ. സുമലതേ, ഈ അടുത്താണ് ഓഫീസിൽ ഒന്ന് ജോയിൻ ചെയ്ത്. അപ്പൊ 3-4 വർഷം മുന്നേ ഗൾഫിൽ പോയ ഭർത്താവ് നല്ല മനുഷ്യയാണ്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എടി, അത് എല്ലാം കുടുംബകാര്യം. ഇപ്പൊ നിന്റെ മക്കളുടെ കാര്യം, അളിയന്റെ കാര്യം വരെ സുമലതയ്ക്ക് അറിയാം. ഞാൻ എല്ലാം പറയില്ല. അതുപോലെ ഞങ്ങൾ അതുവരെ അളിയൻ പറഞ്ഞു കഴിഞ്ഞു. എന്റെ കാര്യം വരെ എന്തോന്ന് അളിയായത്? എന്റെ പെങ്ങളെ, എനിക്കൊരു ഉപദേശം നിനക്ക് തരാൻ എന്താന്ന് വെച്ചാല്, ചുമ്മാ അളിയനെ തെറ്റിദ്ധരിക്കരുത്, സംശയിക്കരുത്. അതെ, അങ്ങനെ വല്ലതും സംഭവിച്ചാൽ, അതായത് എനിക്ക് സംശയം വന്നു കഴിഞ്ഞാൽ
പിന്നെ ഇങ്ങേരില്ല. ഇല്ല. ഇല്ല. അളിയാ എന്തോന്നിത്? സംശയിക്കാന്നുണ്ട്. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുടെ വീട്ടിലല്ല, ഞാൻ ഒരു ട്രീറ്റിന് പങ്കെടുത്തു. അതെ. അതിനെന്തോന്നു? അവള് ഫുഡ് കഴിച്ചു ഇനി വന്നു. അയ്യോ എന്തുവായിരുന്നു കഴിക്കാൻ? എന്തുവായിരുന്നു കഴിക്കാൻ ഒത്തിരിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈ മാത്രമേ കഴിച്ചുള്ളൂ. മാത്രമേ കഴിച്ചുള്ളൂ. അത് അളിയനെ ഒന്നും ഓർമ്മ കാണത്തില്ല. ഓർമ്മയൊക്കെ ഉണ്ടെന്ന് അധികം അല്ല. അത് പോട്ട് ശ്രീകുട്ടിയില്ലേ മണിയുടെ? ശ്രീകുട്ടിയാത്തുണ്ട്. അല്ല, ഞാൻ ആലോചിക്കാണേ, പണ്ട് ശ്രീകുട്ടി ഇവിടെ നിക്കണം എന്ന് പറഞ്ഞപ്പോഴേ ഏറ്റവും കൂടുതൽ എതിർത്ത ആളുകളാ. അതെ 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 അല്ലേ? അതൊക്കെ പണ്ട്. ഇപ്പൊ ഭയങ്കര ഫ്രണ്ട്സ് അല്ലേ? അതെ 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 അതെ. അതങ്ങനെയാ. ആ ശ്രീകുട്ടിയെ വളരെ നല്ല കൊച്ചാ. അതിനോട് ആർക്കും ദേഷ്യം തോന്നൂല. സ്നേഹം മാത്രമേ ഉള്ളൂ ആ കുട്ടിക്ക്. എനിക്ക് ശ്രീകുട്ടി വലിയ ഇഷ്ടമൊക്കെയാണ്, പക്ഷെ ഞാൻ പുറത്ത് കാണിക്കാറില്ല. നന്നായി. പാവമാണ്. അല്ല, കുടുംബക്കാരെല്ലാരും കൂടെ ഭയങ്കര ചർച്ചയിലാന്ന് തോന്നുന്നു. അല്ല, ഞങ്ങൾ ഈ കളരി മുറകളെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യായിരുന്നു. കളരിയോ? കളരി ഞാനും കുട്ടിക്കാലത്ത് കൊറേ കളരിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ശ്രീകുട്ടി കളരി മൊത്തം പഠിച്ചിട്ടുണ്ടോ? അല്ല, മൊത്തമില്ല, എന്നാലും ആദ്യത്തെ ഒരു 3-4 ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അറിയാം. എനിക്ക് എങ്ങനെ അറിയാം? ചുമ്മാ ഊഹിച്ച് പറഞ്ഞായിരിക്കും. അല്ല, ഈ കളരി പഠിച്ചവരെ കണ്ട അറിയാൻ പറ്റുന്ന പറയുന്നത്. അതെ അതെ. അല്ലേ? എനിക്ക് പക്ഷെ കണ്ടിട്ട് തോന്നിയില്ല കേട്ടോ. ആണോ? നമുക്ക് ആർക്കും എനിക്ക് തോന്നി. എനിക്ക് കണ്ടപ്പോഴേ തോന്നി. കളരി പഠിക്കാൻ താല്പര്യമുണ്ടോ? ബാക്കി പഠിക്കാൻ താല്പര്യമൊക്കെ ഉണ്ട്. ഉണ്ടെങ്കിൽ നമുക്ക് ചേട്ടനോട് പറയാം. ചേട്ടാ പഠിപ്പിച്ചെടുക്കൂലേ? അല്ല, ഇല്ല ഇല്ല ഇല്ല. കളരി ഇപ്പൊ പഠിപ്പിക്കുന്ന ബുദ്ധിമുട്ടാണ്. കാരണം ഒരു 4-5 പേരെങ്കിലും ശിഷ്യന്മാരുണ്ടെങ്കിൽ നമുക്ക് കളരി പഠിപ്പിച്ച് അല്ല, തുടങ്ങാൻ പറ്റും. മാക്കൂന് ബുദ്ധിമുട്ടാണെങ്കി വേണ്ട. അതല്ല, ഈ മണിക്കുട്ടൻ ചേട്ടാ ഇങ്ങനെ നീട്ടി വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഞാൻ ഷോർട്ടാക്കി വിളിക്കുന്നതാ മാക്കു. ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ട് ഇല്ല. അല്ല, ഇപ്പൊ തന്നെ ഇവര് 4 പേരില്ലേ? പിങ്കി, റിങ്കി, മണി, ശ്രീകുട്ടി. അയ്യേ, ഞാനൊന്നുമില്ല. വേറെ പണിയില്ലേ? എന്തോന്ന് മണി, ഇത് ഒരു ആയോധന കല പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അതൊക്കെ ഞാൻ പണ്ട് കുറെ പഠിച്ചിട്ടുള്ള ചേട്ടൻ പഠിപ്പിച്ചു. ഞാൻ ഒരു കാര്യം പറയാം. ഒന്നാമത് നിനക്ക് വയസ്സായി വരികയാണ്. ഈ പോലെ അസുഖം വന്ന് കിടക്കും. അപ്പൊ ശരീരമൊക്കെ നിലനിന്ന നല്ലതല്ലേ? എനിക്ക് വയസ്സൊന്നും ആയില്ല. വയസ്സായത് നിങ്ങൾക്ക്. പിന്നെ കളരിയുടെ കാര്യം എനിക്ക് പ്രായമായെന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നന്നായിട്ട് കളറി കാണിക്കും അല്ലേ? കാണിക്കാൻ ഞാൻ നിങ്ങൾക്ക് എല്ലാവരും കാണിച്ചു തരാം. നോക്കിയോ? അതെ അതെ. കണ്ട, അവളൊന്ന് കളിയാക്കിയപ്പോ അവള് തയ്യാറാവുന്നണ്ട കളരി കാണിക്കാൻ. എല്ലാവരും കൂടെ പഠിക്കാന്ന്. എന്നാ പിന്നെ നമുക്ക് 3 പേർക്കും, അല്ല നാത്തൂനും കൂടെ കളരി പഠിക്കാം. അപ്പം നാളെ രാവിലെ നമുക്ക് കളരി ക്ലാസ്സിൽ വെച്ച് കാണണം. പ്രിയപ്പെട്ട ശിഷ്യരെ, ഈ കളരി എന്ന് പറയുന്നത് കേരളത്തിന്റെ തനതായ നൃത്തരൂപമാണ്. അല്ല, പിന്നെ ഈ ആയോധന കലയാണ്. ഇത് രൂപവൽക്കരിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹർഷിയില്ലേ? അല്ല, കേരളം കണ്ടുപിടിച്ച മഹർഷി പരശുരാമ മഹർഷിയാൽ നിർമ്മിതമായ ഒരു ആയോധന കലയാണ് ഇതെന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ 21 ശിഷ്യന്മാരാലും രൂപീകൃതമായിട്ടുള്ള ഒരു ആയോധന കല. അയ്യോ, മണിക്കൂട്ടന് ഇത്രയും നോളജ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഐതിഹ്യമൊക്കെ അറിയാനോ? ഞാനൊന്നും പുറത്തെടുക്കാത്ത വെല്ലുവിളിയാ. അപ്പൊ നമുക്ക് ആയോധന കലയുടെ തുടക്കം ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് ബോഡി വാമപ്പ് ചെയ്യാം. കാലിച്ചിരി അകത്ത് വെച്ച് ഇത് ആണെങ്കിൽ ചെയ്യേ അനങ്ങൂല. നല്ലല്ലേ? തല ചുറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലയായിട്ട്. അതിന് വേറൊരു സാധനമുണ്ട്. ഈ തലയുടെ ശരിയാവുന്നു. അയ്യോ, 3 തവണ ഇങ്ങനെ, ഈ 3 തവണ തിരിച്ച്. വയ്യട്ടെ, തല കറങ്ങുന്ന കാക്കുന്നു. 2 എക്സസൈസ് പറഞ്ഞു. അതെ, എവളെ കൊണ്ടൊന്നും പറ്റത്തില്ല. നീ മാറിയിരി. അങ്ങനെ മണിക്കുട്ടീനെ താഴ്ത്തി കെട്ടി സംസാരിക്കൊന്നും വേണ്ട. ഞാൻ കട്ട സപ്പോർട്ടിന് കൂടെ ഉണ്ട്. എനിക്ക് ഭാര്യ സപ്പോർട്ടൊന്നും ആവശ്യമില്ല. ചേട്ടാ, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടിയൊക്കെ നന്നായിട്ട് പുല്ലുപോലെ ചെയ്യാന്ന് അറിയാമെങ്കിൽ ഇത് പുഷ്പം പോലെ ചെയ്യാൻ എനിക്കറിയാം. കാണണോ? കാണിച്ചു തരണോ? കാണണം. മണി വേണ്ട. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നാണക്കേടാണ്. ആർക്ക് നാണക്കേട്? എനിക്കൊരു നാണക്കേടില്ല. അമ്മ അന്ന് സൂം പഠിച്ച ഓർമ്മയുണ്ടല്ലോ? അവസാനം നടുവുളുക്കി വീണാണെന്ന് ഞങ്ങൾ 3 പേരാണ് എടുത്തു പോയി അകത്ത് കയറ്റിയത്. ഞാൻ വീണെങ്കിൽ നിങ്ങൾ ആരും പൊക്കണ്ട. അതെ, കാണിക്കും. മാറില്ല.
ഇടി ഇടിച്ച് തെറിപ്പിക്കും. എന്റെ അമ്മേ. സത്യമായിട്ടും എന്റെ അളിയാ ഇവൾക്ക് ഇതൊക്കെ അറിയാന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എന്റെ അളിയ, ഞാൻ അവളെ നേരത്തെ കളിയാക്കി എന്തിനാന്നറിയോ? അവളൊന്ന് ചൂടാകാൻ വേണ്ടിയാ. ഞാൻ പഠിപ്പിച്ചു കൊടുത്ത എല്ലാ സ്റ്റെപ്പുകളും ഇതുവരെ അവൾ മറന്നിട്ടില്ല. അതെ ഇത് മണിക്കുട്ടിയല്ല പുലിക്കുട്ടിയാ. പുകഴ്ത്തലുകളൊക്കെ കഴിഞ്ഞാ ഞാൻ സഹായിക്കോ? എന്ത്? എന്റെ നടു ഒന്ന് മിന്നി മിന്നിയാ ഉളുക്കി. അയ്യോ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? അയ്യോ മണി പറഞ്ഞില്ലേ? മണി വാ, മണി ഇങ്ങോട്ട്, പതുക്കെ, പതുക്കെ. ഇങ്ങോട്ട് ഇരുത്ത്. പതുക്കെ. അപ്പോഴേ പറഞ്ഞതാ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ. മണിക്കുട്ടിയല്ലേ? അല്ല എന്തോന്നിത്? ഇവിടെ മണിക്കുട്ടി നടുവുളിക്കിരിക്കാണ്. മണിക്കുട്ടി വാ, ഞാനേ നന്നായിട്ട് തിരുമ്മി തരാം. അല്ല, ഞാൻ കുഴമ്പിട്ട് തിരുമ്മിക്കാൻ ഞാൻ പെട്ടെന്ന് മാറും. ജയിലിലൊക്കെ അല്ല പോലീസ് സ്റ്റേഷനിലൊക്കെ അന്വേഷിച്ചാ പറയും നന്നായിട്ട് ഉരുട്ടി തിരുമുന്ന ആളാ ഞാൻ. ഉരുട്ടുകാരി. അതെ. ഞാൻ തടവിട്ട് വരാം. നല്ല വേനുണ്ടോ അമ്മ? അതുകൊണ്ട് നല്ല പിടുത്തം സ്റ്റിഫായിട്ടിരിക്കുന്നു. പെങ്ങളെ, വേദന എങ്ങനെയുണ്ട്? മണിക്കൂട്ടൻ ചേട്ടാ, പതുക്കെ, പതുക്കെ, പതുക്കെ. പതുക്കെ. ഇടയ്ക്കിടയ്ക്ക് വന്ന് വേദന എങ്ങനെയുണ്ട് ചോദിച്ചാൽ വേദന മാറുമോ? അല്ല, എന്തു ചോദ്യം ഇത്? മണിക്കുട്ടി ദേ ഇത് ഒറ്റ വലിക്ക് കുടിച്ചേ. ഇത് കുടിച്ചു കഴിയുമ്പോ മണിക്കുട്ടി പയറ് പോലെ എണീറ്റ് കിടക്കും. അതെ ശ്രീകുട്ടി എന്ത് വരുന്ന? ഇതൊരു ഒറ്റമൂലിയാ. ഞങ്ങള് പോലീസുകാരെ ഈ പ്രതികളെ ഇടിച്ചു പിഴിഞ്ഞ് ചണ്ടിയാക്കി കഴിയുമ്പോഴേ ഈ ഇടി കൊണ്ടതിന്റെ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതിരിക്കാനായിട്ട് ഇതാ കൊടുക്കുന്നത്. ഇത് കൂട്ടൊന്ന് പറഞ്ഞു തരണേ. ആ ആലോചിക്കട്ടെ. ഭയങ്കര കയ്പ്. അമ്മ കുടിക്ക്. മണി നീ കൈപ്പൊന്നും നോക്കാതെ ഒറ്റ വലിക്കാൻ കുടി. ഒറ്റ മൂലിയല്ലേ? കുടി കുടി കുടിക്ക് കുടി. ഇനിയേ മണിക്കുട്ടി റെസ്റ്റ് എടുത്തോ, ഞങ്ങള് ജോലി ചെയ്തോളാം. ഞങ്ങളെന്ന് പറഞ്ഞ ആരൊക്കെയാ? പിങ്കുമോളും പിങ്കിമോളും ഞാനും പിന്നെ മാക്കു. അങ്ങനെ എല്ലാരും കൂടെ ഉണ്ടെങ്കിൽ ഞാനില്ല. എന്തോ നളിയാ പലപ്പോഴും അടുക്കളയിൽ കയറി ഒന്ന് സഹായിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലളിയാ, ഈ ആള് കൂടിയ പാമ്പ് യാഗത്തിൽ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ വല്ല 1 or 2 പേരാണെങ്കിൽ ഈ അടുക്കള പണിയൊക്കെ ശരിയായിട്ട് നടക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, മാമ ആദ്യം കയറി പണി ചെയ്തോ, ഞങ്ങള് പിന്നെ ജോയിൻ ചെയ്യാം അല്ലേ? അല്ല, അങ്ങനെ ഒറ്റയ്ക്ക് പണിഞ്ഞാൽ ശരിയാകത്തില്ല. കൂട്ടിന് ആരെങ്കിലും വേണം ആൾക്കാര്. അല്ല, നിങ്ങൾ ശരിയാകത്തില്ല. ഇച്ചിരി ആരോഗ്യമുള്ളവർ വേണം. അവളെ വിളിച്ചോ ഡ്രിങ്കിയെ. അല്ല പിന്നെ ആ അല്ലേ സംഭവം മനസ്സിലായി. വേണ്ട അത് വേണ്ട, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പണി ചെയ്യാം. വാ, ഒരുമിച്ച് ചെയ്യാം. നല്ല രസമല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യാം. ഒരുമിച്ച്. അമ്മ റെസ്റ്റ് എടുത്തോ. അല്ല, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ഒന്നും ആലോചിക്കണ്ട, വാ. പോ പോണില്ലേ? ഇന്നൊക്കെ വയ്യായിരിക്കല്ലേ? ഞാൻ ഇവിടെ നിൽക്കാൻ മണി. വയ്യല്ലോ. ഇല്ല, കുറവുണ്ട്. ശ്രീകുട്ടി തിരികെ തന്നല്ലോ, അപ്പൊ നല്ല ആശ്വാസമുണ്ട്. അറിയോ ശ്രീകുട്ടി എന്നെ എന്തോ വിളിക്കണമെന്ന്? നാത്തൂനെന്ന്. നല്ലല്ലേ? പാവല്ലേ? പാവന്നല്ല, പഞ്ചപാവം. സത്യം പറഞ്ഞാലേ ഒരു സബ് ഇൻസ്പെക്ടർ ആണെന്നുള്ള ഒരു അഹങ്കാരം ആ കൊച്ചിനില്ല. സത്യം കേട്ടോ, നല്ല കുട്ടിയാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്വഭാവം. എന്റെ മനസ്സിലേ ഒരാഗ്രഹം. എന്തോടി പറയട്ടാ? പറ. കളയാക്കല്ലേ? കഴിക്കാൻ വേണം അതൊന്നുമല്ല. ശ്രീകുട്ടിയെ മണിക്കുട്ടൻ ചേട്ടന് വേണ്ടി ആലോചിച്ചല്ല. ബെസ്റ്റ്. മണിക്കുട്ടൻ സമ്മതിക്കുവോ? ഈ ജമ്മതി സമ്മതിക്കില്ല. നമ്മൾ എത്ര ആലോചന കൊണ്ടുവന്നാണ്. അങ്ങേർക്ക് കല്യാണം വേണ്ട. ഞാൻ സത്യം പറയട്ടെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാ മണിക്കുട്ടൻ ചേട്ടൻ സമ്മതിക്കും.
സമ്മതിക്കൂ? സമ്മതിക്കും. ശ്രീകുട്ടിയെ മണിക്കുട്ടി ചേട്ടന്റെ ഭാര്യയായിട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ ചേട്ടന്റെ ജീവിതം സെറ്റാവും. അത് നേരാ, അത് ശരിയാ. നമുക്കേ ഒന്ന് ആലോചിക്കാം.